Hi guys, welcome back to Zang's Vlog viewers. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് കേട്ടോ. ആക്ച്വലി ഈ ഡ്രസ്സിംഗ് ടേബിൾ കണ്ടപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചാണ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുക്കാം. സോ അധികം ടൈമില്ല, അതുകൊണ്ടൊന്ന് വേഗം തുടങ്ങാം. സോ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോളോ ഫാർമസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. എനിക്കറിയില്ല മിററിൽ എത്ര കിട്ടും, സ്റ്റിൽ ചെയ്യാം. അയ്യോ, എടുത്തത് ആദ്യം കൂടിപ്പോയി. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ടേ ഉള്ളൂ. സോ മോയ്സ്ചറൈസർ യൂസ് ചെയ്തു. അടുത്ത ഞാൻ പോൺസിൻ്റെ ഒരു കോൾഡ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അതിങ്ങനെ തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് യൂസ് ചെയ്യാം കേട്ടോ, ഡെയിലി യൂസ് ചെയ്യാറില്ല. ആക്ച്വലി തണുപ്പുള്ള സ്ഥലത്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യും കേട്ടോ. അതിന് പിന്നാലെ ഞാൻ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ തണുപ്പാണെങ്കിലും നല്ല വെയിലാണ്. ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനിൻ്റെ പേര് പറയാൻ മറന്നു. ലാക്മേൻ്റെ തന്നെ ഒരു ടിൻറ്റഡ് സൺസ്ക്രീനാണ്. ഞാൻ വീണ്ടും പറയാം, എനിക്കറിയില്ല മിററിൽ ഈ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടോ. അടുത്തത് മാക്കിൻ്റെ ഒരു സ്റ്റോപ്പ് ക്രീമാണ്. ഇത് ആക്ച്വലി ഞാൻ ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്താണ് യൂസ് ചെയ്യാറ്, പക്ഷെ ഞാനിന്ന് മാക്കിൻ്റെ ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് കുറച്ച് യൂസ് ചെയ്യുന്നു കേട്ടോ. ഇത് ഈ ഓർഡറിലാണ് യൂസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനിങ്ങനെയൊക്കെ യൂസ് ചെയ്യും. ഇത് സത്യം പറഞ്ഞാൽ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാനാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ ഞാനെന്തോ മറന്നുപോയി, വേറെ മോയ്സ്ചറൈസർ എടുത്ത് തേച്ചു. സോ ഇടയിൽ കൂടെ ഞാൻ മാക്കിൻ്റെ സ്റ്റോപ്പ് ക്രീം കുത്തി കയറ്റി. അത് ഞാൻ ELFൻ്റെ പ്രൈമർ യൂസ് ചെയ്യണം. പ്രൈമർ യൂസ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ ഞാനിന്ന് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ ബേസായിട്ട് ELFൻ്റെ പ്രൈമർ എടുത്തു. സോ പ്രൈമർ യൂസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ഷുഗറിൻ്റെ ഒരു ഫൗണ്ടേഷൻ സ്റ്റിക്കാണ്. ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര, ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ബ്രഷ് വരും, അതുകൊണ്ട് യൂസ് ചെയ്യാൻ ഭയങ്കര സുഖമാണ് കേട്ടോ. സോ ഇതാണ് ഫൗണ്ടേഷൻ സ്റ്റിക്ക്. സോ ഞാൻ കുറച്ച് ഡോട്ട് ഇട്ടു. പിന്നെ ഇതിൽ തന്നെയുള്ള ബ്രഷ് വെച്ചിട്ട് ഞാൻ അതിനൊന്ന് സ്പ്രെഡ് ചെയ്യും. സോ ഫൗണ്ടേഷൻ കഴിഞ്ഞ് അടുത്തത് സ്വിസ് ബ്യൂട്ടീൻ്റെ ഐലൈനറാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ കുറച്ചായിട്ട് സ്വിസ് ബ്യൂട്ടീൻ്റെ ഈ ഐലൈനർ മാത്രമായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഐലൈനർ തുറന്ന് സോ കണ്ണെഴുതി. പിന്നെ ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഷീക്ക് ലാമിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത് നമ്മളൊരു ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ലൈറ്റായിട്ട് യൂസ് ചെയ്യുള്ളൂ. അത്ര ബ്ലഷ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഹൈലൈറ്ററും കൂടി ഇടുന്നുണ്ട്. അതും നല്ല ലൈറ്റായിട്ട് യൂസ് ചെയ്യുള്ളൂ. ഇനി ഇതിക്ക് മാച്ചായ ഇയറിങ് ഏതാണെന്ന് നോക്കണം. ഓക്കെ, സോ ഇയറിങ് കിട്ടി.
ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിൽ ഞാൻ ഭയങ്കര വീക്കാണ്. സോ ഞാനിങ്ങനെ ഒന്ന് ചെയ്യാറേ ഉള്ളൂ. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.